ഹലോ, ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ബിസി ആയ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. ഇന്ന് ചെറിയ മോൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ അവന് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുന്നതിൻ്റെ മുന്നേയായിട്ട് എനിക്ക് രാവിലെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് എന്തായാലും പാർലറിൽ പോവാണ്. അപ്പോൾ ഞാനും കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവേ ഈ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പാർലറിൽ അങ്ങ് പോകാനുള്ള മടി കാരണം എപ്പോഴും അത് സ്കിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ സ്റ്റാഫ്സ് മിക്കവരും നോർത്തിൽ നിന്നായതുകൊണ്ട് ഇതെന്നെ ഹിന്ദി പരിപോഷിപ്പിക്കാനുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇനി എല്ലാ മാസവും കറക്റ്റായിട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കണം എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാനിതാ അപ്പുറത്തെ ഷോപ്പിലേക്ക് പോകണം കേട്ടോ. എത്ര വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ എനിക്ക് IBR ഒന്ന് കയറി ഒന്ന് സെർച്ച് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു സാധനങ്ങളും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ഇന്ന് ആനുവൽ ഡേ ആയതുകൊണ്ട് മോനിക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ കൊടുത്ത് കഴിക്കാൻ വേണ്ടി വാങ്ങിക്കണം. അതിൻ്റെ കൂടെ രാത്രി വരെ ഞങ്ങൾക്കും അവിടെ ഇരിക്കേണ്ടതല്ലേ, അപ്പോൾ ഞങ്ങൾക്കും കുറച്ച് കുഞ്ഞു സ്നാക്സ് ഒക്കെ വാങ്ങിക്കായിരുന്നു കേട്ടോ. അതും ഉണ്ടല്ലേ, 7th സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോൾ തന്നെ നല്ല ഹൈറ്റും സൈസൊക്കെയാണ്. ഇപ്പോൾ ചോദിക്കുന്നവരോടൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ബ്രദറാണെന്ന് പറയാറ്. മേലെപ്പെട്ടാൻ ഈ ഒരു ഗരുഡമോൾ വന്നതിന് ശേഷം ഷോപ്പിംഗ് ചെയ്യാനൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഡാൻസ് മാസ്റ്റർ വിക്രം ഇവിടെ TV ഒക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവനെ കുളിപ്പിച്ച് ഫ്രഷാക്കി ഫുഡൊക്കെ കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു വിടണം. അതുള്ളതുകൊണ്ട് പിന്നെ അവനെ സ്കൂളിലൊക്കെ കൊണ്ടുവിടാനും അതിനൊക്കെ ആളായി കേട്ടോ. ഇനി ഇതൊരു 4 മണിയായപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവാണ്. ജാസ്മി കുട്ടി ആയതിൻ്റെ സ്കൂളിൽ പോയിട്ട് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിതാ സ്നാക്സൊക്കെ ബാഗിലാക്കി ഞാനും വാപ്പയും ഉമ്മച്ചിയും അസും കൂടിയാണ് പോകുന്നത്. പിന്നെ ഇന്ന് കാറുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര റഷായിരിക്കും പാർക്കിംഗ് ഒക്കെ കിട്ടാൻ. അപ്പം ഞങ്ങളും ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. ഈ ബോഗൻവില്ല കണ്ടപ്പോൾ നോട്ടിട്ടു അടുത്ത ഷൂട്ട് ഇവിടെ തന്നെ. അങ്ങനെ ഇതാ സ്കൂളിൽ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാസ്മി കുട്ടി കിട്ടിയ സീറ്റൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. ആദ്യത്തെ ആ ഒരു ഉദ്ഘാടന ചടങ്ങ് ഇച്ചിരി സമയം എടുക്കും കേട്ടോ. ചീഫ് ഗസ്റ്റ് ഉണ്ടാവും, അതുപോലെ അവിടുത്തെ PTA മെമ്പേഴ്സ്, അതിന് കുറച്ച് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ചിലതൊക്കെ ഇച്ചിരി ബോറിംഗ് ആയിരിക്കും, ചിലത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ നമ്മളടുത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമയമൊക്കെ പോയി കിട്ടും. അതുപോലെ അങ്ങനെ തിരിയൊക്കെ തെളിയിച്ച് നമ്മുടെ പരിപാടി ഒന്ന് ഓണായി കിട്ടുമ്പോഴത്തേനും ഏകദേശം ഒരു 7:30 മണിയാവും. ഓണായി കിട്ടിയ പിന്നെ സമയം പോണതറിയില്ല. കാരണം ഈ കുഞ്ഞു കുട്ടികളുടെ ഈ സിനിമാറ്റിക് ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമല്ലേ. ഫുള്ള് സോങ് ഞാൻ ഇവിടെ ഇരുന്നില്ല, കാരണം കോപ്പിറൈറ്റ് വരും കേട്ടോ. ഇത് അവൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ നെയിം മെൻഷൻ ചെയ്യാം. ആള് പിന്നെ നല്ല അടിപൊളി ഡാൻസറാണ് കേട്ടോ. ബോഡി നല്ല ഫ്ലെക്സിബിൾ ആവും അവൻ്റെ. അപ്പോൾ ഇതിങ്ങനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷവും ഒരു ആവേശവും ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് നമ്മൾ സെൻറ്റ് പോൾസിലെ ടീച്ചേഴ്സിനാണ് കേട്ടോ. കാരണം ഡാൻസ് പഠിപ്പിക്കുന്നതും അവർ ഒരുക്കുന്നതും എല്ലാം അവരാണ്. നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഫ്രണ്ട് സീറ്റിലിരുന്നിട്ട് പരിപാടി ആസ്വദിച്ചാൽ മാത്രം മതി. അങ്ങനെയുള്ള ഡാൻസൊക്കെ കഴിഞ്ഞ് വിജയമായിട്ട് വന്ന ഇസുകുട്ടനെ ഉമ്മച്ചിയും എല്ലാവരും സ്നേഹം കൊണ്ട് മൂടുകയായിരുന്നു. ഇതിപ്പോൾ എന്നെക്കാളും മേക്കപ്പായി മിനുക്കപ്പൊടിയൊക്കെ വാരി വിതറിയിട്ടുണ്ട്. അങ്ങനെ ഈ വർഷത്തെ ആനുവൽ ഡേയും കഴിഞ്ഞു. നമ്മളെ വ്ളോഗും ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.